ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയെടുത്ത ശേഷം യുവാവിനെ കംബോഡിയയിലേക്ക് കടത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം നിലമ്പൂർ പടിക്കുന്ന് ഭാഗത്ത് കളത്തുപടിയിൽ വീട്ടിൽ സഫ്നയെയാണ് ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തത്. തഴവ സ്വദേശി കനീഷിനെ തായ്ലൻഡിലെ കമ്പനിയിലേക്ക് ജോലി വാഗ്ദാനം നൽകി ഓൺലൈനിൽ അഭിമുഖം നടത്തിയ ശേഷം 1,20,000 രൂപ വാങ്ങി. പിന്നീട് യുവാവിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി തായ്ലൻഡിൽ എത്തിച്ച ശേഷം സഫ്നയുടെ ഏജന്റുമാർ കംബോഡിയയിലേക്ക് കടത്തുകയായിരുന്നു. ഓൺലൈനിൽ തട്ടിപ്പ് നടത്തുന്ന കേന്ദ്രത്തിൽ എത്തിച്ച യുവാവിന് ഓൺലൈൻ തട്ടിപ്പ് ജോലിയും വലിയ ടാർഗറ്റുമാണ് നൽകിയത്. തുടർന്ന് ടാർഗറ്റ് പൂർത്തിയാകാത്തതിനെ തുടർന്ന് യുവാവിനെ ഏജന്റുമാർ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു. യുവാവിനെ നാട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് പിന്നീട് സഫ്ന യുവാവിന്റെ രക്ഷിതാക്കളിൽ നിന്ന് 1,50,000 രൂപ കൂടി വാങ്ങിയെങ്കിലും നാട്ടിലെത്തിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകി. ഇതിനുശേഷമാണ് യുവാവിനെ നാട്ടിലെത്തിച്ചത്. ഓച്ചിറ പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇവർ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഓച്ചിറ പോലീസ് ഇൻസ്പെക്ടർ എം സുജാതൻ പിള്ള, SI-മാരായ നിയാസ്, സന്തോഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനു, ശ്രീദേവി, മോഹൻലാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.